മലയാളികൾ കാത്തിരുന്നതുപോലെ ആ കാര്യത്തിലും അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുടെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെ കേന്ദ്ര അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മകൾ കുടുങ്ങുമെന്നുറപ്പായതോടെ അതിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ കേരളത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എന്തും സംഭവിക്കാമെന്നാണ് പരാതിക്കാരനായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്നത്. കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയമാണ് അന്വേഷണ ഉത്തരവിട്ടത്. സാമ്പത്തിക പരാതികളിൽ അന്വേഷണം വേണമെന്നാണ് മന്ത്രാലയത്തിൻ്റെ അന്വേഷണ ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. CMRL, KSIDC എന്നീ സ്ഥാപനങ്ങളും അന്വേഷണ പരിധിയിൽ വരുന്നുണ്ട്. അന്വേഷണത്തിന് 3 അംഗ ഉദ്യോഗസ്ഥ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ്റെ എക്സാലോജി കമ്പനിക്കെതിരെ കേന്ദ്ര സർക്കാരിന് അന്വേഷണത്തിൻ്റെ ഭാഗമായി കർണാടക ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് വരുൺ BS, അതുപോലെ ചെന്നൈ ഡെപ്യൂട്ടി ഡയറക്ടർ KM ശങ്കരനാരായണൻ, പോണ്ടിച്ചേരി ROC A ഗോകുൽനാഥ് എന്നിവരാണ് കേസ് അന്വേഷിക്കുന്ന 3 അംഗ സംഘം. 4 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യണം. അതായത് ശരിയായി അന്വേഷണം നടന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യത്തിൽ തീരുമാനമാകും എന്നാണ് അർത്ഥം. വീണ വിജയൻ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മകൾ മാത്രമല്ല, പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യ കൂടിയാണ്. അപ്പോൾ തട്ടിപ്പ് നടത്തിയ പണം എങ്ങോട്ടാണ് പോയത് എന്ന് കൂടി കണ്ടെത്തിയാൽ മന്ത്രി കസേരക്കും ഇളക്കം തട്ടാം. ഏതായാലും അന്വേഷണം പ്രഖ്യാപിച്ചത് ചെറിയ സംഭവമല്ല. ഈ പറയുന്ന ഒരു കമ്പനിയിൽ നിന്ന് മാത്രമല്ല, പലയിടങ്ങളിൽ നിന്നായി സാമ്പത്തിക ഇടപാട് നടത്തുന്ന വീണയുടെ കമ്പനി എല്ലാം തട്ടിപ്പാണെന്ന് വിളിച്ചു പറയുന്നവർ ഏറെയാണ്. സ്വപ്ന സുരേഷിനെ പോലെയുള്ളവർ 164 സ്റ്റേറ്റ്മെൻറ്റായി കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ അന്വേഷിച്ചു കണ്ടെത്തിയാൽ പിണറായി വിജയൻ്റെ രാജിയിലേക്ക് തന്നെ കാര്യങ്ങൾ നീങ്ങിയേക്കാം. അങ്ങനെയൊരു സാഹചര്യത്തിൽ ഈ അന്വേഷണ ഉത്തരവിന് പ്രാധാന്യം ഏറെയുണ്ട്. മാത്രമല്ല, മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടനും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവും PC ജോർജിൻ്റെ മകനുമായ അഡ്വക്കേറ്റ് ഷോൺ ജോർജും പുറത്തുവിടുന്ന കാര്യങ്ങൾ ഒന്നിനൊന്ന് സത്യമാണെന്നും യഥാർത്ഥ കാര്യങ്ങളാണെന്നും ബോധ്യപ്പെട്ടു വരികയാണ്. ഷോൺ ജോർജിൻ്റെ പരാതി പ്രകാരമാണ് ഇപ്പോഴത്തെ അന്വേഷണം തന്നെ. അദ്ദേഹം കുറച്ച് മുൻപ് വെളിപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. എക്സാലോജിക്കിനെതിരെ അന്വേഷണം വരുമെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലും പോലീസ് അറസ്റ്റ് ചെയ്തതെന്ന് പരാതിക്കാരനായ ഷോൺ ജോർജ് പറയുന്നു. അതുപോലെ CMRLുമായി ബന്ധപ്പെട്ട് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിൽ പരാമർശിച്ച PV എന്ന് പറയുന്നത് പിണറായി വിജയൻ തന്നെയാണെന്ന വെളിപ്പെടുത്തലും ഷോൺ ജോർജ് ഇവിടെ നടത്തിയിരിക്കുന്നു. ഇതിൽ ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ വിഷയത്തിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കാൻ ഇന്ന് ഉച്ച കഴിഞ്ഞ് കേരളത്തിൽ എന്തും സംഭവിക്കാം. തന്നെ ആരെങ്കിലും അപായപ്പെടുത്തിയാലും അത്ഭുതപ്പെടാനില്ല എന്നും, എങ്കിലും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ താൻ 5 പേരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് കോടികൾ കക്കുന്ന കള്ളൻ എപ്പോഴും പിടിക്കപ്പെടണമെന്നില്ല, പലപ്പോഴും രക്ഷപ്പെട്ടു പോകും. എന്നാൽ കോടികൾ കട്ടവൻ ഒരു മാങ്ങ കക്കുമ്പോഴാകും ചിലപ്പോൾ പിടിക്കപ്പെടുക. അത്തരമൊരു മാങ്ങയാണ് എക്സാലോജിക് എന്ന് തെളിയാൻ പോകുകയാണ്.